ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാൻ ഇന്ന് എൻ്റെ പഴയ സൈക്കിള് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ. എൻ്റെ ടയർ നാശമായ ടയറും പിന്നെ ചെയിൻ എന്തൊക്കെയോ നാശമായിക്കണേ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു സ്ഥലത്ത് നല്ല സ്ഥലത്ത് നോക്കി എടുത്ത് വെച്ചിട്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ പണിയാ സൈക്കിള് നമുക്കിന്ന് ചെയ്യാം കേട്ടോ. വയനാട്ടിലൊരു ബംഗാളി വന്നിക്കണ ഗൈസ്, വയനാട്ടിലൊരു ബംഗാളി വന്നിക്കണം കേട്ടോ. പണിക്ക് ആവശ്യമുള്ളവരൊക്കെ വിളിച്ചോളുക, വല്ല പണി അവൈലബിൾ ആണ്. എന്ത് പേടിക്കണം, ആറിനെ അറിയാതെ നിൽക്കാല്ല കേട്ടോ. എന്ത് ഞാൻ ഇട്ടിട്ട് ആറിനെ അറിയാത്ത പോലെ ഒന്നിട്ടില്ല. വെയിൽ കുറേ അധികം കുറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും സൈക്കിളും എല്ലാം പുറത്തേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ ചെയിനും ടയറും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഊരിയേക്കാം. കിങ്ങിണി സൈക്കിളൊക്കെ കിടക്കണമൊക്കെ അമ്മ. നീല എൻ്റെത്, പച്ച കിങ്ങിണീൻ്റെ കേട്ടോ. ഇതിവിടെ ഒന്നും ഓടിക്കൂല. എത്ര കാലമായി എന്നറിയാം ഇത് ഇവിടെ നിന്ന് അനക്കിയിട്ട്. ആ ടയർ കറങ്ങൂല പൊട്ടിക്ക്. ഏതാ സൈക്കിളായിരുന്നു അറിയോ? എത്ര കൊല്ലം ഞാൻ കൊണ്ടുവന്നറിയോ? എത്ര കൊല്ലം? 2-3 കൊല്ലം ഈ സൈക്കിൾ തട്ടിയായിരുന്നു. ഞാൻ ടൗണിക്കല്ല, റോട്ടിൽ കൂടെ മുഴുവനും കടയിൽ പോകാനും സാധനം മേടിക്കാനും ഫുള്ള് സൈക്കിൾ തന്നെയായിരുന്നു. ഫുള്ള് തുരുമ്പ് പിടിച്ച്. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഉണ്ടല്ലോ, ആ മറക്കാൻ പറ്റില്ല. ഡബിൾ വെച്ച് ഇങ്ങനെ പോകും. ഞങ്ങൾ ഒരാളെ പോലും 2, 3, 4 ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരു സൈക്കിളിൽ. ഇങ്ങനെ പോകണമൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മ സൈക്കിളിന് ടയർ എന്തെങ്കിലുമൊക്കെ അഴിച്ചു വെച്ചാലോ? അമ്മ എന്തെങ്കിലും അഴിച്ചു വെച്ചാലോ? നമുക്ക് ഈ സൈക്കിൾ ആ ഭാഗത്ത് വെച്ചിട്ട് അതിന് വലിയ ചട്ടിയോ പൂവോ എന്തെങ്കിലുമൊക്കെ വെക്കാം. അമ്മ ഇത് സൈക്കിളിന്റെ ടയർ ഊരിയിട്ട് അകത്തേക്ക് വെക്കാനാ. അന്ന് ആ സൈഡിൽ വെച്ചാ ഒരു ടയർ ഊരി മാറ്റി അവിടെ വെക്കാന്. എന്തിനാന്ന് ടയർ അവിടെ വെക്കണത്? അമ്മ തുരുമ്പ്. അമ്മ സൈക്കിളിൽ ടയർ നൂരാൻ സമ്മതിക്കണില്ല. അല്ലെങ്കിൽ അമ്മ സമ്മതിക്കൂല. അമ്മ എന്നെ സൈക്കിളിൽ ഓട്ടിക്കാൻ പറ്റില്ല. ആ ടയർ മാറ്റണം, ബ്രേക്ക് മാറ്റണം, അങ്ങനെ കുറേ സാധനങ്ങൾ മാറ്റേണ്ടി വരും. അമ്മ ഒന്നും ഊരാൻ സമ്മതിക്കണില്ല. എന്തമ്മ ഇത് സീറ്റ് മാത്രം ഊരിയിട്ട് അകത്തേക്ക് എവിടെയൊക്കെ വെക്കാം. ഇട്ടമ്മ ഇത് ഈ സീറ്റ് നാശമാണ് ഉണ്ടോ? നോക്ക്, നല്ല സീറ്റ്. ഊരി വെച്ചിട്ട് കാര്യം, സീറ്റ് നാശാവതൊക്കെ. അത് ഞാൻ നന്നാക്കുമ്മ. അമ്മയ്ക്ക് കടയിൽ പോകാനും പിന്നെ ടൗണൊക്കെ നമുക്ക് കൊണ്ടുപോയത് ഒരു സ്ക്യൂട്ടി പോലെ. ആ അമ്മ അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ അമ്മ ഈ സീറ്റ് ഊരി വെക്കാന്നാ. അമ്മ എന്തമ്മ ഊരിയിട്ട് എന്ത് കാര്യമെന്നോ? അമ്മ ഊരിയിട്ടത് അകത്തേക്കൊക്കെ സീറ്റ് നാശാവൂല ട്ടോ. അമ്മ സീറ്റ് നാശാവാതെക്കാന് അമ്മയ്ക്ക് മനസ്സിലാവണില്ല. നോക്ക് എത്ര നല്ല സീറ്റ് നോക്ക്, ഒരു വെട്ടുമില്ല കുത്തുമില്ല. ഞാൻ സീറ്റ് ഊരി അകത്തേക്ക് വെക്കാൻ പോവാ. തായ്ക്കാൻ വേലക്കോ? മൊത്തം കറങ്ങുന്നുണ്ടല്ലോ, സീറ്റ് ഊരാനും പറ്റുന്നില്ല. രണ്ട് സൈക്കിൾ അവിടെ എത്തിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ സീറ്റ് അയക്കാൻ വേണ്ടി ഞാൻ കുറേ നോക്കിയിട്ടോ. ഈ സാധനം അങ്ങോട്ട് പൊന്തുണ്ട്, ഇങ്ങനെ ലൂസായി കിടക്കുന്നുണ്ട്. ഇതാണ്ടോ ലൂസായി കിടക്കുന്നുണ്ട്. ഞാൻ ലൂസാക്കി ടൈറ്റാക്കി എന്തൊക്കെയോ കാട്ടിയിരിക്കണം. എന്നിട്ട് പൊക്കിയിട്ട് പോകുമ്പോൾ വേറണില്ല, വമ്പ ടൈറ്റായി കിടക്കുക. അവിടെ തുരുമ്പ് പിടിച്ചിട്ടിട്ടല്ലോ. 2 സൈക്കിളും ഞാൻ അവിടെ സേഫാക്കി. അയ്യോ, ഇതിന് സീറ്റ് സിമ്പിളായിട്ട് കിട്ടി, പക്ഷെ അത് കിട്ടണില്ല. എന്താ അവിടെ എന്തൊക്കെയോ തുരുമ്പ് ആക്കി വെച്ചിട്ട് ഉണ്ടോ. എൻ്റെ ഹാൻഡിലൊക്കെ നോക്ക്. ശേ, സങ്കടമാവുക. ഞാൻ സീറ്റൊന്ന് കഴുകണോ തുടക്കണോ, കഴുകിയിട്ടൊന്ന് ഉണക്കാൻ വെക്കാം. എന്നിട്ട് നാളെ അകത്തേക്ക് എടുത്ത് വെക്കാതെ പിന്നെ കൊണ്ടേ കിടക്കട്ടെ. ആരെടുക്കൂലായിരിക്കും പക്ഷേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു ദിവസം ഇവിടെയൊക്കെ ക്ലീൻ ആക്കി എടുക്കാം. തൽക്കാലം ഈ സീറ്റോടെ കിടക്കട്ടെ. ഇത് വെള്ളം കണ്ടോ, അതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഇങ്ങനെ എഴുതി പഠിക്കുന്ന ഇവിടെ, അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ മൊബൈൽ കളിച്ച് വെക്കണ്ടേ. സ്കൂളിൽ ഇവൾക്ക് പിന്നെ ഹോംവർക്ക് ചെയ്യാതെ പോയവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, സ്കൂളിൽ നിന്ന് അടി കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് അവള് ഹോംവർക്ക് ചെയ്യുന്നത്. റെക്കോർഡോ അല്ലെങ്കിൽ ഇവിടെ എഴുതൂലായിരുന്നല്ലോ അമ്മ. കാലൊക്കെ വീങ്ങി, എവിടെ കാല് വര വീണ് അടിച്ചിട്ട്. അത് ചോദ്യം ചോദിച്ചിട്ട് പറയാത്തില്ല. കാലടിച്ച് മുറിയായി. എന്നിട്ട് പാവട എല്ലാ കുട്ടികൾക്കും കിട്ടി നടി. പഠിക്കാതെ വേണം. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ എടുത്ത് റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ ബീട്രൂട്ടിന്റെ ഉപ്പേരിയും മോരുകറിയും മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ വരാം. നമ്മളെ മോള് പ്രഗ്നന്റ് ആണ് ഗൈസ്. എന്റെ മുന്നിലേക്ക് വരുമ്പോ മോള് ഓടി പോവാ. പാവം മോളോ എന്താ പാവം മോള് പ്രഗ്നന്റാ. അധികം നേരം ഒന്നും ബെഡിനെ പറ്റി നിർത്താൻ പറ്റൂല. കാരണം എന്താ പറയുക, എൻ്റെ രോമൊക്കെ ഉണ്ട്. ഈ കാണുന്ന രോമൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഈ ബെഡിലെ ബെഡ്ഷീറ്റിലൊക്കെ ഇങ്ങനെ നേരെ നടക്കുന്നുണ്ടാവും. രോമൊക്കെ ഇതുണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഇതാ രോമം. അങ്ങനെയാണ് ബെഡിലൊന്നും അധികം കയറ്റാൻ പറ്റില്ല. ഞാൻ കിടക്കണ ബെഡിൽ പല്ലി തൂറിയിട്ടിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങളെ വീടൊരു മൃഗശാല പോലെ കേട്ടോ. പല്ലിയുണ്ട്. അതോ ആ കാണുന്ന പൊത്താണ്ടില്ലേ, അവിടെ പൊത്തല്ല, പൊത്ത് അടച്ചു വെച്ചിക്കാണ്. അവിടെ മഴ പെയ്യുമ്പോൾ ചാറ്റിലൊക്കെ ഉള്ളോട്ട് വരുന്നത് കൊണ്ട് ആ പൊത്ത് അടച്ചു വെച്ചിട്ടുണ്ടാവും. ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പണ്ടത്തെ യൂണിഫോമാണ് അത് അവിടെ കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ ഇത് ചാക്ക് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മഴക്കാലൊക്കെ ആയാണ്ടല്ലോ അതുകൂടെ ഇങ്ങനെ ചാറ്റിലും ഇവിടെ കടക്കാൻ പറ്റില്ല. ഇവിടെ ബെഡൊക്കെ നനയും. പിന്നെ ഇവിടെ മൊത്തം ചാറ്റിലും വെള്ളവും അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ. നാളെ നമുക്ക് അത് ഇനി എടുത്തു നോക്കി നോക്കാം. നാളെ ഇനി അത് എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര പല്ലിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ എത്ര പല്ലിൻ്റെ മുട്ട ഉണ്ടോയെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നാളെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.